കുയിലാണ് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞങ്ങളിന്ന് കാശ്മീരിലെ ദാൽ ലേക്ക് ഉണ്ട്. ദാൽ ലേക്കിൽ ഒരു ഷിക്കാര നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ച നമുക്ക് കാണാം. ഞാനിപ്പം ശ്രീനഗറിലെ സിറ്റിയിൽ ദാൽ തടാകത്തിൻ്റെ കരയിലൂടെ അങ്ങനെ പോവാണ്. ഷിക്കാരയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മളെ ബസ് നിർത്തിയിട്ട് ഇപ്പം നമ്മൾ ഷിക്കാരയിലേക്ക് കയറാനുള്ള പുറപ്പെടുകയാണ്. നമ്മളെ സുഹൃത്തുക്കൾ, കുടുംബക്കാർ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ദാൽ ലേക്കിലെ ഷിക്കാര ഒന്ന് കാണാം. ദാൽ ലേക്കിലെ ഷിക്കാര വൈകുന്നേരമാണ്, നല്ല അടിപൊളി. ഇപ്പം ഏകദേശം വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സഹോദരിമാരെല്ലാരും കൂടി ഇപ്പൊ കാശ്മീരിൽ എന്തിനാണ് നമ്മള് ഷിക്കാരയിലാണ് അല്ലേ? 2 അളിയന്മാരുണ്ട്, 2 സഹോദരുണ്ട്, പിന്നെ ഈ ഒരു സഹോദരനുണ്ട്. അങ്ങോട്ട് പോകണം. എന്നും പോകൂല, അതിനെ പറ്റി വിചാരമുണ്ട്. ഉന്തി അങ്ങോട്ട് ഉന്തി അങ്ങോട്ട് പോടുന്നു. ദാൽ ലേക്കിലെ ഷിക്കാരയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈ ഒരു സമയം. വൈകുന്നേരം ഒരു 4 മണി മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള നല്ല അടിപൊളി വൈബാണ്. നല്ല രസമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ കാണാം. ഇത് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഈ കാണുന്ന കടകളൊക്കെ പിന്നെ ബോട്ടിൻ്റെ ഉള്ളിലാണ്. ഇതേപോലത്തെ ചെറിയ ഒരു പിന്നെ ഹൗസ് ബോട്ട് പോലത്തെ ബോട്ടുണ്ട്. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ബോട്ട് അതല്ല, അതേപോലത്തെ ഒരു ബോട്ടിൽ വെള്ളത്തിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ ഓരോ ഷോപ്പുകളാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഷിക്കാര അവിടെ നിർത്തിയിട്ട് അതിൻ്റെ കടയിൽ കയറി നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. നമ്മളെ പിന്നാരെയാണല്ലേ. ഒന്നിച്ചൊന്നായി തുഴഞ്ഞപ്പോൾ അതിലൊരു കുചേലന്റെ അതു കണ്ടില്ല. ഈ ഷിക്കാരയിൽ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ടാവും. ഇതിൽ കൂടി കുങ്കുമം ഉണ്ടാവും, ഫോട്ടോ എടുക്കലുണ്ടാവും, ജ്യൂസ് കച്ചവടക്കാരുണ്ടാവും, ചായ കാപ്പി കച്ചവടക്കാരുണ്ടാവും, കബാബ് കച്ചവടക്കാരുണ്ടാവും, അങ്ങനെ എല്ലാ കച്ചവടക്കാരും ഉണ്ടാവും. ഇതൊരു കച്ചവടക്കാരനാണ്. ഇപ്പം ഗാവയാണിത്, കാപ്പി കാശ്മീർ ഗാവ. ഈ നമ്മുടെ ഇവിടുത്തെ കുങ്കുമൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവമുണ്ട്. 30 രൂപ കിട്ടുന്നുണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്. അപ്പോൾ അതാണ് ഇദ്ദേഹം വെക്കുന്നത്. അതേപോലെ ഇനി കുങ്കുമം വെക്കുന്നവർ വരും, ഈ ഫോട്ടോ എടുക്കലവർ വരും. ഫോട്ടോ ഈ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി ഇരുന്നിട്ട് അവരെന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ പൂന്തോട്ടത്തിലൊക്കെ എടുക്കുന്ന അതേപോലെ ഇതിലിരുന്നിട്ട് ഫോട്ടോ എടുക്കും. സതീഷ് അങ്ങോട്ട് നോക്കടാ, ഒന്ന് തല അങ്ങോട്ടാക്ക്. ഇത് സ്കൂൾ വിട്ടി വരികയാണ്. ഇവിടെ അങ്ങനെ സ്കൂള് വിട്ടിട്ട് ഇതിലാണ് യാത്ര വീട്ടിലേക്ക് എത്തുന്നവർ. ഇതിവിടെ ഒരു മരത്തിൻ്റെ ഒരു പാലാണ്.
മുകളിൽ കൂടി ആൾക്കാർ താമസ സ്ഥലത്തേക്ക് പോകാനും ഇതിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും ഇതേപോലെ അങ്ങനെ മരത്തിൻ്റെ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 10-40 കൊല്ലമൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേടിരാതെ. ചതല ഉറുമ്പോ ഒന്നും ഈ കാശ്മീരിൽ കാണൂല. ഈ ശിക്കാര യാത്ര ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ടമാനം കച്ചവടക്കാർ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടാൽ മതി. എന്നാലും നമുക്കിത് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റേത് ഇങ്ങനെ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കും അവരിങ്ങനെ. ഇതൊരു പയ്യനാണ് ഇത് ഓട്ടുന്നത്. ഇവിടെ ഇങ്ങനെ കുട്ടികളും പെണ്ണുങ്ങളും സ്ത്രീകളും വയസ്സായവരൊക്കെ ഇത് ഈ ശിക്കാര ഓട്ടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ ഉള്ളത് ദാൽ ലേക്കില് ശിക്കാര. ഇപ്പൊ വൈകുന്നേരം ഏകദേശം ഒരു 4 മണി ആകാനായിരിക്കുന്നത്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അതിന് പുറമെ പിന്നെ ഒരു ബിസ്ക്കറ്റ് സാധനം, നല്ല അടിപൊളി കാലാവസ്ഥ. കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ തോണിയിലിരുന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ള ആ ഒരു ഫോട്ടോ എടുക്കുന്ന ആ ഒരു പാർട്ടികളാണ് ആ വരുന്നത്. ഇതല്ലേ ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ തിരിച്ച് അവർ സ്വന്തം വണ്ടിക്ക് മാറി കയറും. 150 രൂപ 200 രൂപയാണ് ഒരു പ്രിന്റിന് കൊടുക്കേണ്ടത്. നമ്മളിപ്പോ ദാൽ ലേക്കിൽ എന്താ ചെയ്യുന്നത്? കബാബ് അല്ലേ? കബാബ് കഴിക്കാണ്. അപ്പൊ ഞങ്ങള് ദാൽ ലേക്കിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോ തണുപ്പിന് കബാബ് നല്ല രസമാണ്. ആദ്യം സക്കറിയ കൊടുക്ക കള്ളന്മാരെ ഇനി തിന്തിരിയിലും വേണ്ടില്ല കേട്ടല്ലോ. അപ്പൊ എവിടെ കുടിക്കും ബാക്കില് 3 ആൾക്ക്. അപ്പൊ ദാൽ ലേക്കിൽ വന്നാൽ എന്തായാലും കബാബ് കഴിക്കണം അല്ലേ? കഴിക്കണ്ടേ? इसके साथ ये कुकू से तो अच्छा है. रोटी है ना, रोटी नहीं, इसका गरम वाला रोटी है अच्छा है. फिश आनो चिकन आनो कैसा लगा? कैसा लगा? और बनाएगा एक? ये मच्छी थोड़ा अच्छा है. और बनाएगा एक? ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. അത്ര വലിയ കറുത്തുണ്ടാകുമ്പോൾ കൂട്ടാൻ പറ്റില്ല. എങ്ങനെ പുസ്തകത്തില് വലിയ വലിയ കറുത്തുണ്ടോ? അപ്പം നമ്മളിനി കരക്കടിക്കാണ്.
അപ്പോൾ ഇതിന്ന് കരയിൽ നിന്ന് നിർത്തിയിട്ട് അങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ട് ഒന്ന് ഇറങ്ങണം. ഇനി നമുക്ക് തിരിച്ച് ബസ്സിൽ പോകണം. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഈ ഒറ്റക്ക് പോന്നടി പിന്നെ അളിയന്മാരെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ശിക്കാര സവാരി? സൂപ്പറാ. എവിടെ നമ്മൾ അളിയനോട് പോയി എങ്ങനെയുണ്ട്? നമ്പർ 1. ഇതാണ് ദാൽ ലേക്കിലെ ഷിക്കാരന്റെ ഒരു ആംബുലൻസ് ആണ്. ഇപ്പൊ വഴിയിൽ നമ്മൾ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനുള്ള സാധനമാണ്. അതോ ഒരു പെണ്ണുങ്ങൾ ഒറ്റ വരുന്നുണ്ടല്ലേ? ഇവിടെ ഇവരെ വാഹനമാണ് ഈ ചെറിയ തോണി. ആ സ്ത്രീകള് സാധനം വാങ്ങല്, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോക്കല് ഒക്കെ ഇതിലാണ് നോക്കുന്നത്. टॉपी पैंट बहुत ठंडे एक मिनट ഇത് പിടിച്ച ഞാൻ വരുന്ന വരെ പിടിച്ച. ओ भैया आगे खींचो आराम से എങ്ങനെയുണ്ട് നിങ്ങളെ പിന്നെ ഇത് പിന്നെ ഇവരെ പിടിക്കണം? എങ്ങനെയുണ്ട് ജേണി? ഉഷാറാ? लगातार शुरू में तो सादे मुझे आज वना छे पे बूट है दोबार पे दिमाग तरह सारी शिकारे पे बूट कड़े मे पे डिस्प्ले लगा बूट
Yo ya neri var bara. Hör bak kalma şıkır kal hör. Yo ya. മാറി നോക്കി Cahil kutu kovuyor. Ondan sonra sadece ഇതിൽ നമ്മൾ കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു ബാലൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീണുപോകും. കാരണം ചെറുതായിട്ട് അങ്ങോട്ട് ഒരു മൂല മാത്രമാണ് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവർ കൈ പിടിച്ചിട്ടാണ് നമ്മളെ അങ്ങോട്ടേ പുറത്തേക്ക് വിടുക. അതേപോലെ കയറുന്ന സമയത്തും നമ്മൾ ഇതേപോലെ ഇതിങ്ങനെ ഒലഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഒരു ബാലൻസിൽ അങ്ങനെ ഇരിക്കണം. അതേപോലെ ഒരു 6 പേരാണ് ഇതിൽ ഇരിക്കുക, അപ്പുറത്ത് 3 ഇപ്പുറത്ത് 3. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.